ഇൻസ്റ്റൻറ്റ് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതേ കപ്പ് കൊണ്ട് തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി അടച്ചു വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു വലിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഏഴ് ബോളുകളാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഈ ബോളുകൾ ഗോതമ്പ് പൊടിയിൽ മുക്കി നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 16 പൂരിയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിന് ശേഷം ഒരു ഇഡലി പാത്രം നന്നായിട്ട് ചൂടാക്കി ആവിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പൂരി 3 മിനിറ്റ് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഈ പൂരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചൂടാറിയതിന് ശേഷം ഒരു സിപ്ലോ കവറിൽ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 വീക്ക് വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യത്തിനെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇൻസ്റ്റൻറ്റ് പൂരി റെഡിയായി.